ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അന്നാസ്ല മാജിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ നാളെ മൂന്നാറിലേക്ക് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ട്രിപ്പ് പോകുന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മളെല്ലാവരും ഡെക്ലാത്തലോൺ എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം ഡിക്കാത്തലോണിലേക്ക് നമ്മൾ കുറച്ച് ജാക്കറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 9 പേരുണ്ടായിരുന്നു. അപ്പോൾ 9 പേർക്കും ജാക്കറ്റൊക്കെ മേടിച്ച് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് റെഡിയായി മുടിയൊക്കെ ചെയ്ത് സെറ്റായി ഞാൻ ജീപ്പിൽ കയറി. കുറച്ച് പേര് ജീപ്പിലും കുറച്ച് പേര് എക്സീവിലും അങ്ങനെയാണ് കേട്ടോ നമ്മൾ ട്രാവൽ ചെയ്തത്. അപ്പോൾ അതാ നമ്മൾ മൂന്നാറിലുള്ള പറക്കാട്ട് റിസോർട്ടിലേക്കാണ് വന്നത്. നമ്മളിവിടെ സെക്കൻഡ് ടൈം ആട്ടോ വരുന്നത്. ചന്ദനമൊക്കെ തൊടിയിച്ചാണ് നമ്മൾ അകത്തോട്ട് കയറ്റിയത്. അകത്തോട്ട് കയറ്റിയിട്ട് നമുക്കിതാ ഇങ്ങനത്തെ ജ്യൂസ് തന്നു. എനിക്ക് ഈ ജ്യൂസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതെന്തോ മിൻറ്റിൻ്റെ ഫ്ലേവറാണ്. എനിക്ക് മിൻറ്റിൻ്റെ ഫ്ലേവറൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് കുടിച്ചില്ല, ബാക്കി എല്ലാവരും കുടിച്ചു. അങ്ങനെ ഇതാ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി നമ്മളിതാ നമ്മുടെ റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങിയതാ ആ ലാസ്റ്റ് കാണുന്ന 3 റൂമാണ് നമ്മുടെ ഫാമിലി എടുത്തേക്കുന്നത് കേട്ടോ. ഇത് 1ാമത്തെ ബെഡ്റൂം, ഇത് 2ാമത്തെ ബെഡ്റൂം, ഇത് 3ാമത്തെ ബെഡ്റൂം. ഈ 3 ബെഡ്റൂമുകളിൽ ഒരു ബെഡ്റൂമിൽ മാത്രമേ കുറച്ച് കാഴ്ച ഉണ്ടായിരുന്നുള്ളൂ, തേയിലത്തോട്ടം. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു റൂമിൽ മാത്രമേ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഉള്ളൂ. നല്ല സൂപ്പർ തേയിലത്തോട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. മൂന്നാറിൽ തണുപ്പായിരിക്കും എന്നും പറഞ്ഞ് പോയതാണ്, പക്ഷേ തണുപ്പൊന്നുമില്ലായിരുന്നു കേട്ടോ. കൊട്ട വെയിലായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്റൂം. അപ്പോൾ ഇതാ കട്ടിലുണ്ട്, കട്ടിലൊക്കെ ഓക്കെയാണെന്ന് നോക്കി സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് 2 ചെയറും പിന്നെ ഒരു ടേബിളും വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിറർ. എനിക്ക് ഈ മിറർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ കബോർഡ്. ഈ ഒരു സൈഡ് ഇങ്ങനെ, പിന്നെ മേളത്തെ ഒരു കബോർഡ് ഉണ്ട്. അത് തുറക്കുമ്പോഴത്തേക്കിനും ഇങ്ങനത്തെ എന്തോ ലോക്കർ പോലത്തെ എന്തോ ഒരു സംഭവമാണ്, എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതാ പിന്നെ നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ചായപ്പൊടി, തേയിലപ്പൊടി, പഞ്ചസാര, പിന്നെ ഗ്ലാസ്, വെള്ളം, ഫ്ലാസ്ക്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇതാ കർട്ടൻ മാറ്റുമ്പോൾ പുറത്തേക്ക് ഒരു കാഴ്ചയില്ല. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ അതാ ഞാൻ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു, എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഈ കഥകളിയുടെ ഫോട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. പിന്നെ നമ്മൾ ഇവിടെ നിന്നല്ല, പുറത്ത് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പുറത്തെത്തി. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പറക്കാട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ കയറി വരുന്ന സ്ഥലത്തൊരു ഇങ്ങനെ സ്ലോപ്പാണ്. നമുക്ക് ആ സ്ലോപ്പ് ഇറങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക്. അങ്ങനെ ഇവിടെ ഇങ്ങനെ കുറേ മലയുടെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും പിള്ളേരും ഒഴിച്ച് ബാക്കി എല്ലാവരും ചോറാണ് മേടിച്ചത്. അപ്പോൾ ഞാനും പിള്ളേരും ബിരിയാണി മേടിച്ചു. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് കുറച്ച് പ്രിങ്കിൾസും ജ്യൂസും ഒക്കെ മേടിച്ച് നമ്മൾ റൂമിലേക്ക് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ. പിന്നെ ഈ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് DJയും ക്യാമ്പ് ഫയറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ DJക്ക് പോയി കുറച്ച് നേരം തുള്ളി, പിന്നെ ക്യാമ്പ് ഫയറിൻ്റെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ ഞാൻ തിരിച്ച് നമ്മൾ റൂമിലൊക്കെ തുള്ളിയിട്ടൊക്കെ വന്ന് തിരിച്ച് റൂമിൽ കയറിയപ്പോഴത്തേക്കിനും എനിക്ക് നല്ല വിശപ്പായി. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. പുറത്തുനിന്ന് തന്നെ കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. പൊറോട്ടയും ബട്ടർ ചിക്കനും ഫ്രൈഡ് റൈസും പിന്നെ ചില്ലി ചിക്കനായിരുന്നു നമ്മൾ മേടിച്ചത്. അപ്പോൾ ഞാൻ പൊറോട്ടയും ബട്ടർ ചിക്കനും കഴിച്ചു. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം ബാൽക്കണിയിൽ പോയി നിന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പായിരുന്നു കേട്ടോ രാത്രി എന്ന് പറയുമ്പോൾ. അപ്പോൾ കുറച്ച് നേരം നിന്നോളൂ, ഒരു 30 സെക്കൻഡ് നിന്ന് കാണും. അപ്പം തന്നെ ഞാൻ അകത്തോട്ട് കയറി വാതിലടച്ചു. പിന്നെ നമ്മൾ പൊറോട്ടയും ബട്ടർ ചിക്കനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ ആയി കേട്ടോ. അപ്പോൾ നമ്മൾ പറക്കാട്ടിനോട് മൂന്നാറിനോട് ടാറ്റ ബൈ പറഞ്ഞിട്ട് വട്ടവടയിലെ ക്യാമ്പ് നോയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ പേസ്റ്റും ബ്രഷൊക്കെ എടുത്ത് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ പിന്നെ പുറത്ത് നമ്മൾ ബാക്കി 2 റൂംസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ ആൾക്കാരെ പോയി ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. ഒരു പ്രത്യേക സുഖമാണ്. അങ്ങനെ ഇവിടെ പോയി ഞാൻ ബെല്ലടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ബെല്ല് ഓഫാക്കി വെച്ചേക്കുമായിരുന്നു തോന്നുന്നു, അതറിയില്ല. അപ്പോൾ ഇപ്പുറത്ത് ബെല്ല് ഓണായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമൊന്നും ഞെക്കിയിട്ടൊന്നും വന്നില്ല. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഞെക്കി, അപ്പോൾ വന്നു.
എന്നിട്ട് ഞാൻ അകത്ത് കയറി ഇരുന്നു. അങ്ങനെതാ ഇനി നമ്മൾ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് റെഡി ആയിട്ട് കുറച്ച് ഡാൻസും റീൽസും ഒക്കെ എടുക്കാൻ പോവാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറക്കാട്ട് തന്നെ ഫുഡ് കഴിക്കാൻ പോവാണ്. ബുഫേ ആയിരുന്നു കേട്ടോ. അവിടെ 5 വെറൈറ്റി ഓഫ് ജ്യൂസ്, പിന്നെ കോൺഫ്ലേക്സ്, ചോക്കോസ്, പിന്നെ ബ്രെഡ്, ബട്ടർ, ജാം, പിന്നെ കുറേ ഉപ്പിലിട്ടത്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പല വെറൈറ്റി ഓഫ് ബൺസ്, സാൻഡ്വിച്ച്, അതേപോലെ തന്നെ ക്യാൻഡീസൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ എന്തായിരുന്നു, നമ്മുടെ ഇങ്ങനെ രാവിലത്തെ പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലി, വട, അങ്ങനത്തെ കുറേ സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നൂഡിൽസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയതാണ് പഴങ്കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ലോലിപോപ്പ് ക്യാൻഡി എടുത്ത് കഴിച്ച്, അത് കൊള്ളായിരുന്നു. എന്നിട്ട് ഇതാ ഇനി നമ്മൾ നമ്മുടെ പറക്കാട്ടിനോട് ടാറ്റ പറഞ്ഞ് നമ്മുടെ വട്ടവടയിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീപ്പ് XUV ഒക്കെ വന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു സ്ലോപ്പ് നിങ്ങൾ കണ്ടോ? സ്ലോപ്പ് കയറാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ആ സ്ലോപ്പ് കയറുന്നതുകൊണ്ടാണ് നിങ്ങൾ കിടന്ന് കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പറക്കാട്ടിനോട് ചാറ്റയൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ നേരെ ഗോ ടു വട്ടവട. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. വട്ടവടയിലോട്ടുള്ള റൂട്ടിൽ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. സൂപ്പർ 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 കുറേ കാഴ്ചകളുണ്ടായിരുന്നു. എനിക്കത് വാക്കിലൂടെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. അത്രയും സൂപ്പറായിട്ടുള്ള കാഴ്ച. ഇതൊക്കെ നമുക്ക് തേയിലത്തോട്ടമൊക്കെ അടുക്കി വെച്ചേക്കുന്ന പോലെ തന്നെയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മാടുപ്പെട്ടി ഡാമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ വെള്ളമാണ് എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയത്. കാരണം ഇതിൻ്റെ ഒരു കളറ് കണ്ടോ? സാധാരണ ഒന്നെങ്കിൽ ക്ലിസ്റ്റർ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും, ക്ലിസ്റ്റർ കളറ്, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ബ്ലൂ ആയിട്ട് കിടക്കുന്നത്. ഇത് ഗ്രീനായിട്ട് കിടക്കുന്ന ഒരു ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടെ മാടുപ്പെട്ടി ഡാമിൽ എക്കോ പോയിൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ കാർ ഒരു സൈഡിൽ നിർത്തിയിട്ട് ഇറങ്ങിയപ്പോൾ നല്ല രീതിക്ക് മൂന്നാറിലെ രാത്രിയിലെ തണുപ്പ് പോലെ ഉണ്ടായിരുന്നു വട്ടവടയിൽ പകലിലെ തണുപ്പ്. പിന്നെ വട്ടവടയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അവിടെ 12 മാസവും തണുപ്പായിരിക്കും എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ അവിടെ എത്തി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി. പിന്നെ വീണ്ടും നമ്മൾ യാത്ര തിരിച്ചു. പിന്നെ കുറേ കുരങ്ങച്ചന്മാരെ കണ്ടു കേട്ടോ നമ്മൾ. അതാ നമ്മുടെ XUV. പിന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ ഓരോ തേയിലത്തോട്ടങ്ങളും സത്യം പറയാലോ ഒന്നിനൊന്നും മെച്ചമാണ്. പിന്നെ നമ്മൾ അടുത്തെടുത്ത കാട്ടിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ ഇവിടെ കാട്ടിലേക്ക് കയറി കഴിഞ്ഞിട്ട് 5 കിലോമീറ്ററത്തേക്ക് നമ്മൾ നിർത്താനേ പാടില്ല. അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ ക്യാമ്പ് ഓയിലിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിതാ ഇവിടെ കുറച്ച് നേരം XUVനെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ XUV നമ്മുടെ പുറകെ വന്നപ്പോഴത്തേക്കും നമ്മളത് അകത്തേക്ക് നമ്മുടെ ജീപ്പ് കയറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്നിട്ട് നമ്മൾ ജീപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇവരുടെ ഒരു ജീപ്പുണ്ട്, ഇവരുടെ തന്നെ ജീപ്പുണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ ജീപ്പിലാണ് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോയത്. നമ്മുടെ റൂം ഇവിടുത്തെ ലാസ്റ്റ് റൂമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇവരുടെ ജീപ്പിലായിരുന്നു നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു റിസോർട്ടിൽ അവക്കാഡോയുടെ മരം ഉണ്ടായിരുന്നു. ഞാനാണത് ആദ്യം കണ്ടുപിടിച്ചത്. പിന്നെ അവക്കാഡോ പറിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, എനിക്കല്ലെങ്കിലും അവക്കാഡോ ഇഷ്ടമല്ല, ഒരുമാതിരി ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതാ അവരുടെ ജീപ്പിൽ കയറി നമ്മുടെ റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ റൂമിലേക്ക് എത്തി. നമ്മൾ റൂമല്ല, ഒരു വില്ല ആയിട്ടാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ വില്ലയുടെ ഫ്രണ്ടിൽ തന്നെ നല്ല സൂപ്പർ കാഴ്ചയായിരുന്നു. ഒരു വലിയൊരു മല, അത് സൂപ്പർ കാഴ്ചയായിരുന്നു. അങ്ങനെ നമ്മൾ വലതുകാല് വെച്ച് നമ്മുടെ വില്ലയുടെ അകത്തേക്ക് കയറി. തണുപ്പെന്ന് പറഞ്ഞുണ്ടല്ലോ അജാതി തണുപ്പായിരുന്നേ. നമ്മുടെ വില്ലയുടെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ സ്ട്രോബെറി തോട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ കറണ്ട് കമ്പിയാണ് വെച്ചേക്കുന്നത്, നമുക്ക് അങ്ങോട്ടൊന്ന് പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മുടെ സീനറി നോക്ക്, നമ്മുടെ വില്ലയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ നല്ല സൂപ്പർ ഒരു വലിയ മലയാണ്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ പറക്കാട്ടിൽ നിന്ന് എടുത്തത് ഇങ്ങനത്തെ ചെരുപ്പുണ്ടായിരുന്നു.
അപ്പോൾ അതിട്ടിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ ഇവിടെ നടക്കാനേ പറ്റൂല. ഇവിടെ വട്ടവട ക്യാമ്പ് നോയിലെത്തി. നമ്മൾ നമ്മുടെ വില്ലയിലേക്ക് കയറിയതും ഞാൻ എൻ്റെ സ്വെറ്റർ എടുത്തിട്ടു. കാരണം അത്രയും തണുപ്പാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഡിക്കാത്തലോണിൽ നിന്ന് മേടിച്ച സ്വെറ്റർ. ഇങ്ങനെ സ്വെറ്ററും ചെരുപ്പൊന്നും ഇടാതെ നമ്മളിവിടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇംപോസിബിൾ. നടക്കില്ല. അങ്ങനെതാ ഞാനാണെങ്കിൽ ആ ചെരുപ്പ് എടുത്തിട്ട് നടന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ആ ഗ്ലൗസ് എടുത്തിട്ടു. കാരണം വൈകുന്തോറും തണുപ്പിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം വന്നപ്പോൾ സ്വെറ്റർ ഇട്ടു, അത് കഴിഞ്ഞ് ചെരുപ്പിട്ടു, അത് കഴിഞ്ഞതായി ഇപ്പോൾ ഗ്ലൗസ് ഇട്ടു. കാരണം അവിടെ അത്രയും തണുപ്പാണ്. അപ്പോൾ ആ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ നമുക്ക് ആ മലയിലേക്ക് ആ ഒരു സൂര്യൻ്റെ വെട്ടടിക്കുമ്പോഴുള്ള ഭംഗിയാണ് നിങ്ങൾ കാണുന്നത്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു മല കാണാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ ഞാൻ പുറത്ത് നിന്നാട്ടോ ബ്രഷ് ചെയ്തത്. ഈ സൂര്യൻ അവിടെ ചുമ്മാ നിൽക്കുന്നതേ ഉള്ളൂ. നല്ല തണുപ്പാണ് പുറത്ത്. സൂര്യൻ അവിടെ റോളില്ല. അപ്പോൾ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുഡ് കഴിക്കാൻ പോലെ. അതാണ് നമ്മുടെ എപ്പോഴത്തെയും മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ വില്ലയൊക്കെ പൂട്ടി നമ്മളിതാ ഫുഡ് കഴിക്കുന്ന ആ സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ നടന്നാണ് പോയത്. നല്ല ദൂരമുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടാട്ടോ നടക്കുന്നത്. ഇത് കുറച്ചിങ്ങനെ കയറ്റം ഇറക്കം എന്ന് വെച്ചാൽ ഒത്തിരി കയറ്റം ഒത്തിരി ഇറക്കം അങ്ങനല്ല, ഒരു പൊടിക്കൊരു ലൈറ്റായിട്ട് ഇങ്ങനെ കുറച്ച് കയറ്റം ഇറക്കമൊക്കെയാണ്. എന്തൊക്കെ പറഞ്ഞാലും റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കാലിൻ്റെ കാര്യത്തിൽ നല്ല തീരുമാനമായിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നു ദൈവമേ, നിങ്ങളിപ്പോൾ ഈ ടൈം സ്ലാപ്പിൽ കൂടെ കാണുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കരമായിട്ട് ദൂരമുണ്ട് കേട്ടോ. നമ്മൾ എങ്ങനെയോ ആണ് അവിടെ റെസ്റ്റോറൻറ്റിൽ എത്തിയത്. അങ്ങനെ കുറേ നേരം നടന്ന് അവസാനം നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനും ഈ സമയം കോൺഫ്ലേക്സും പാലുമാണ് എടുത്തത്. പിന്നെ ഈ ബട്ടർ മൊത്തം ഞാൻ കഴിച്ച് തീർത്തു. എനിക്ക് ബട്ടർ തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് ചായയും കൂടെ തന്നായിരുന്നു. അപ്പോൾ അതും കൂടെ കുടിച്ചു. അങ്ങനെ നിങ്ങൾ നോക്ക്, ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീൻ നോക്ക്. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ അപ്പോഴത്തുള്ളൊരു സീനാണ്. അപ്പോൾ നമ്മളെ ജീപ്പിൻ്റെ ഇവിടെ സീറ്റിൻ്റെ നടുക്കായിട്ട് ഇങ്ങനൊരു എന്താ പറയുക, പുതപ്പ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ വിരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് കയറി ഇരിക്കാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴി വട്ടവട തന്നെയുള്ള ഹണി മ്യൂസിയം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ തേനീച്ചനൊക്കെ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുവാണ്. അപ്പോൾ ഒരാൾക്ക് വരുന്നത് 50 രൂപയാണ്. 12 വയസ്സും 12 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്കും ടിക്കറ്റ് വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും പിള്ളേർക്കും ടിക്കറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവർക്കും 50 രൂപ വെച്ച് ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഇങ്ങനെ കുറേ പിക്ചറൊക്കെ അവിടെ ഇങ്ങനെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹണീനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ, ഹണി മീനെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇത് അവിടെ തന്നെയുള്ള സ്ട്രോബെറി തോട്ടമാണ്. ഈ ചേച്ചി നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്തതായിട്ട് നമ്മളിനി വേറൊരു റൂമിലേക്കാണ് കയറാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു TV ഉണ്ട്. അപ്പോൾ ആ TVക്കകത്ത് നമ്മളൊരു വീഡിയോ കാണിച്ചു തരും. ഈ ചേച്ചി നമ്മളോട് പറഞ്ഞു തന്ന ഏതാണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്തും പറയുന്നത്. അപ്പോൾ അടുത്തൊരു റൂമുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ എഴുതി വെച്ചേക്കുന്നുണ്ടോ, ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹണീസും അതേപോലെ തന്നെ ഈ തേനീച്ചയുടെ കൂടും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. അവിടെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്, നമുക്കവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വേറൊരു റൂമുണ്ട്. അവിടെ ഇങ്ങനെ കപ്പ്, തവി, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹണീസ്, ചെറുതേൻ, വൻതേൻ, കാട്ടുതേൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് പലതരം ഹണി ഉണ്ടല്ലോ. അപ്പോൾ അത്, പിന്നെ ഇങ്ങനെ തേൻ നെല്ലിക്ക, തേയിലപ്പൊടി, അങ്ങനെയുള്ള പിന്നെ കളിക്കുന്ന കുറച്ച് ഐറ്റംസൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ ഒരു റൂമാണ്. അവിടെ നിന്ന് കുറേ സാധനങ്ങൾ നമ്മൾ മേടിച്ചു. അത്യാവശ്യത്തിന് കുറച്ച് ബില്ലുമായി.
അതിനെങ്ങനെയാണല്ലോ. ഓക്കെ, പിന്നെ ഈ ഒരു നമ്മുടെ ഹണി മ്യൂസിയത്തിൻ്റെ പുറകിലായിട്ട് തന്നെ സ്ട്രോബെറി ഫാം ഉണ്ട്, ഫ്രീ വിസിറ്റാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇവിടെ ഇതാണ് സ്ട്രോബെറി ഫാം. ഈ വെയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെയിലുണ്ടെന്നേ ഉള്ളൂ, വെയിലിന് ചൂടില്ല. അതാണ് ഒരു 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 ഗുണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ സ്ട്രോബെറി ഫാമിൻ്റെ അവിടെ കൂടെ ഒന്ന് കറങ്ങി, അത്രയേ ഉള്ളൂ. പിന്നെ ആ ചേട്ടൻ ഒരു സ്ട്രോബെറി നമുക്ക് പറിച്ചു തന്നു. നമ്മൾ അവിടെ എന്തോ കൃഷിയോ അങ്ങനത്തെ എന്തോ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മളകത്തോട്ടേക്ക് കയറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ കയറ്റുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ അത് നല്ല രസമുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്ട്രോബെറിയുടെ തന്നെ വൈനാണ്. അപ്പോൾ എനിക്ക് തന്നപ്പോൾ എക്സ്പ്രഷൻ നിങ്ങൾ നോക്കണേ. ആദ്യം കുടിച്ചപ്പോൾ എനിക്കൊരു കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കയ്പ്പ് എനിക്ക് മനസ്സിലായത്. എനിക്ക് അല്ലെങ്കിലും വൈനൊന്നും ഇഷ്ടമല്ല, ഞാൻ മുന്തിരി വൈനൊന്നും കുടിക്കാറേയില്ല കേട്ടോ. പിന്നെ ആ ചേട്ടൻ അവിടെ നിന്നൊരു സ്ട്രോബെറി തന്നു കഴിക്കാൻ വേണ്ടിയിട്ടൊരു സ്ട്രോബെറി തന്നു. അപ്പോൾ അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കുഴപ്പമില്ലായിരുന്നു. ഞാൻ ആ വൈൻ കുടിച്ചതിൻ്റെ ഒരു ഇതാണ് നിങ്ങളെൻ്റെ മുഖത്ത് കാണുന്നത്. പിന്നെ ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് അപ്പുപ്പന്താടിയുടെ കായാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഉണങ്ങി ചുരുങ്ങി വരുമ്പോഴാണ് ഇത് അപ്പുപ്പന്താടിയായിട്ട് പറന്നു പോകാമെന്നാണ് അവിടെയുള്ള ആ ഒരു ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോല നാഷണൽ പാർക്കിലേക്ക് പോവാണ്. അതായത് കൊടും കാട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. അപ്പോൾ കാട്ടിൽ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആദ്യം കുറച്ച് പേര് പോട്ടെ, അത് കഴിഞ്ഞ് കുറച്ച് പേര് പോകാമെന്ന്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ 4 പേർക്കേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പായിട്ട് കുറച്ച് പേര് പോകാൻ പോവാണ്. അപ്പോൾ ഇവർ തിരിച്ചു വന്നപ്പോൾ ശരിക്കും 1.5 മണിക്കൂർ എടുത്തു. ഞങ്ങൾ അതുവരെ അവിടെ ബോറടിച്ച് ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ സമയത്തെ എങ്ങനെയൊക്കെയോ തള്ളി വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സമയം ഒട്ടും പോകുന്നുണ്ടായിരുന്നില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞാണ് ഇവർ തിരിച്ച് വന്നതും. അങ്ങനെ അവരവിടെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവർ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളവിടെ പുറത്തിങ്ങനെ ഇരുന്നു. അവരതാ തിരിച്ചു വന്നു ഗൈസ്. അടുത്ത ഞങ്ങളാണ് പോകാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ആ കാട്ടിലിങ്ങനെ കയറുമ്പോഴേ പേടിയുണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ പേടിയൊക്കെ പോയി. അപ്പോൾ നമ്മൾ അകത്തൊക്കെ പോയി തിരിച്ചു വന്നത് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ച് വീട്ടിലെത്തി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.